യിരെമ്യാവ് അധ്യായം 10. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളിച്ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ടു പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതെയിരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അവർ ഒരുപോലെ മൃഗപ്രായരും ഭോഷന്മാരും ആകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രേ. തർശീഷിൽ നിന്നു കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. അത് കൗശലപ്പണിക്കാരൻ്റെയും തട്ടാൻ്റെയും കൈപ്പണി തന്നെ. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്, അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൻ കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥപ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. നിരോധത്തിൽ ഇരിക്കുന്നവളെ, നിലത്തുനിന്ന് നിന്റെ ഭാണ്ഡം എടുത്തുകൊള്ളുക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ തവണ ദേശത്തിലെ നിവാസികളെ കവിണയിൽ വെച്ചെറിഞ്ഞ് കളയുകയും അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും അത് എൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു. എൻ്റെ കയറ് ഒക്കെയും അറ്റിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അവർ ഇല്ലാതായിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരം അടിപ്പാനും തിരശീല നിവർക്കുവാനും ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു. യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. കേട്ടു ഒരു ശ്രുതി. ഇതാ, യഹൂദ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവുമാക്കേണ്ടതിന് അത് വടക്ക് നിന്ന് ഒരു മഹാകോലാഹലവുമായി വരുന്നു. യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെ ആക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം
പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ. അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ച് അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു. യിരെമ്യാവ് അധ്യായം 11. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദാ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുവീൻ. എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും എന്നരുളി ചെയ്തു. ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ. അതിന് ഞാൻ ആമേൻ യഹോവേ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്: നീ യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിന്റെ വീഥികളിലും ഈ വചനങ്ങളെ ഒക്കെയും വിളിച്ചു പറക. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് ചെയ്തു കൊള്ളുവീൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്ന് വരെയും ഞാൻ അതികാലത്തും ഇടവിടാതെയും അവരോട് എൻ്റെ വാക്ക് കേൾപ്പീൻ എന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു. ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതെയിരുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെപ്പോലെ ഒക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തത്: യഹൂദാ പുരുഷന്മാരുടെ ഇടയിലും യെരുശലേം നിവാസികളുടെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു. അവർ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ്വ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു. അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല. അപ്പോൾ യഹൂദാ പട്ടണങ്ങളും യെരുശലേം നിവാസികളും ചെന്ന് തങ്ങൾ ധൂപം കാട്ടിവന്ന ദേവന്മാരോട് നിലവിളിക്കും. എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല. യഹൂദയെ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. യെരുശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാവിഗ്രഹത്തിന് ബലിപീഠങ്ങളെ, ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു. ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി യാചനയോ പക്ഷവാദമോ കഴിക്കുകയും അരുത്. അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല. എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം? അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ. വിശുദ്ധ മാംസം നിന്നെ വിട്ടുപോയിരിക്കുന്നു. ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിന് തീ വെച്ചു കളഞ്ഞു. അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു. ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനതറിഞ്ഞു. അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാട് പോലെയായിരുന്നു. അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ച് കളക എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എൻ്റെ വ്യവഹാരം
നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ സന്ദർശിക്കും. യൗവനക്കാർ വാൾ കൊണ്ട് മരിക്കും. അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും. ഞാൻ അനാഥോത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നതുകൊണ്ട് അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാവ് അധ്യായം 12. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതെന്ത്? നീ അവരെ നട്ടു, അവർ വേരൂന്നി വളർന്നു ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു. നീ എന്നെ കണ്ടു. നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിഴയ്ക്കണമേ. കുലദിവസത്തിനായി അവരെ വേർതിരിക്കണമേ. ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം! നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്നവർ പറയുന്നു. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു. എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പു വിളിക്കുന്നു. അവർ നിന്നോട് ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഞാൻ എൻ്റെ ആലയത്തെ ഉപേക്ഷിച്ച് എൻ്റെ അവകാശത്തെ ത്യജിച്ചു എൻ്റെ പ്രാണപ്രിയയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എൻ്റെ അവകാശം എനിക്ക് കാട്ടിലെ സിംഹം പോലെ ആയിരിക്കുന്നു. അതെൻ്റെ നേരെ നാദം കേൾപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ വെറുക്കുന്നു. എൻ്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെ പോലെയോ കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ? ചെന്ന് എല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവീൻ. അനേകം ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അത് എന്നോട് സങ്കടം പറയുന്നു. ആരും ശ്രദ്ധ വയ്ക്കായ്കയാൽ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അത് എന്നോട് സങ്കടം പറയുന്നു. ആരും ശ്രദ്ധ വയ്ക്കായ്കയാൽ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു. വിനാശകന്മാർ മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നു. യഹോവയുടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിന്നുകളയുന്നു. ഒരു ജഡത്തിനും സമാധാനമില്ല. അവർ കോതമ്പ് വിതച്ചു മുള്ളു കൊയ്തു. അവർ പ്രയാസപ്പെട്ടു, ഒരു ഫലവുമുണ്ടായില്ല. യഹോവയുടെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ അവരുടെ ദേശത്തു നിന്ന് പറിച്ചു കളയും. യഹൂദാഗൃഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും. അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും. അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ പഠിപ്പിച്ചതുപോലെ യഹോവയാണ് എന്ന് എൻ്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താൽപ്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എൻ്റെ ജനത്തിൻ്റെ മധ്യേ അഭിവൃദ്ധി പ്രാപിക്കും. അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ചു നശിപ്പിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്.